ഹലോ ഗൈസ്, നമ്മുടെ ഡൂഡി നോക്ക് പെട്ടെന്നൊരു ആഗ്രഹം ബീച്ചിൽ പോകണം. പിന്നെ ഞാൻ വിചാരിച്ച് പാവല്ലേ കൊണ്ടുപോകാന്നേ. വർക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ചെങ്കിലും പോയി മടുത്തതുകൊണ്ട് തീരുമാനം മാറ്റി കാപ്പിലോട്ട് പോകാമെന്നങ്ങ് വെച്ചു. പക്ഷെ കാപ്പി ചെന്നപ്പോഴോ ഈവനിങ് ആണ്ട് ഒടുക്കത്തെ തിരക്കും. അപ്പോൾ വീണ്ടും ഡിസിഷൻ മാറ്റി. കാപ്പി കഴിഞ്ഞിട്ട് ഒരു അടിപൊളി സ്പോട്ട് ഉണ്ടെന്ന്. ഇതാണ് ആ സ്പോട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പിൽ പോകാത്തത് ഭയങ്കര ലാഭമായെന്ന് തോന്നി. കാരണം തലയ്ക്ക് മുകളിൽ സൂര്യൻ വെച്ചിട്ടുള്ള അടിപൊളി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനും പറ്റി. ഇതുപോലെ ഇരുന്ന് ആളില്ലാതെ തിരയെണ്ണാനും പറ്റിയേ. കടലിൽ പോയാൽ ഇതുപോലെ ഇരുന്ന് തിരയെണ്ണന്നതൊക്കെ ഒരു പ്രത്യേക രസമാണല്ലേ. അങ്ങനെ തിരയൊക്കെ എണ്ണിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. വേറൊന്നുമല്ല, ആദ്യം വിചാരിച്ച് നീരാളിയായിരിക്കും. പക്ഷെ അല്ല ഗൈസ്, ഇതൊരു ചത്ത കടലാമയാണ്. അതിങ്ങനെ കരക്കെടിഞ്ഞ് കിടക്കുവാണേ, പാവം. അങ്ങനെ ഒരാൾക്ക് കടലിൽ ഇറങ്ങണമെന്ന് പറഞ്ഞതും ഞാനല്ല, അവളെ മോനുസേട്ടനെയും കൊണ്ട് കടലിലോട്ട് ഇറങ്ങിയിട്ടുണ്ടേ. അങ്ങനെ വെള്ളത്തിൽ കടിയും തുടങ്ങി. കടലിൽ വന്നാൽ കാൽ നനയ്ക്കണം എന്നൊക്കെയാണ് ശാസ്ത്രമെങ്കിലും എന്തോ. എനിക്ക് പണ്ടേ ആ പരിപാടി അങ്ങോട്ട് ഇഷ്ടമല്ല. കടലിൽ വരുന്നു, തിരയെണ്ണുന്നു, തിരിച്ചു പോകുന്നു. ഇതാണ് എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെ കടലിലെ കളിയും കുളിയൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു കയറിയേ. അപ്പോഴാണ് കുറേ പിള്ളേർ ചേർന്ന് ദൂരെ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം പോയി അതും പോയി വായി നോക്കിക്കൊണ്ട് നിന്ന്. പോകാൻ നേരം ഈ കടയിലെ ചായ സൂപ്പറാണ് ചേച്ചി എന്ന് പറഞ്ഞ് മോന് 2 ചായ വാങ്ങിച്ചു തന്നു. ഡൂഡിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കുടിച്ചേ. പിന്നെ അവിടെ കാര്യമായിട്ട് വാങ്ങാനും ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.